ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ജനനായകൻ ദളപതി വിജയുടെ ബർത്ത്ഡേ ശരിക്കും ആഘോഷിച്ചു, ഞെട്ടിച്ചുകൊണ്ട്. അതാണ് എന്തായാലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അങ്ങനത്തെ ഒരു ഐറ്റം സാധനം വരുന്നു. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സാധാരണ ഒരു ഈ ജനങ്ങളെ നയിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. കാരണം അതിനു മുമ്പുള്ള എല്ലാ പോസ്റ്റേഴ്സും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ രീതിയിലൊരു മാസ് പരിപാടി, അതായത് ഇത് കത്തിയാണോ, അതിൻ്റെ ലോജിക്ക് എന്ത്, ഇതൊന്നുമല്ല. ഈ ലെവല് പരിപാടി നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ്, ഒരു കുറച്ചൊക്കെ ഒരു കൂടുതലായിട്ടുള്ളൊരു ഹൈപ്പിലേക്ക് ഈ സിനിമ വരാൻ കാരണം. തീർച്ചയായിട്ടും അത് അതിന്റെ ആ പോസ്റ്ററിൽ തന്നെ ഹൈപ്പ് കയറി, ആ ലുക്ക്, അതിൽ തന്നെ ഹൈപ്പ് നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതായത് ആ പോസ്റ്റർ ശരിക്ക് ഭഗവന്ത് കേസരിയുടെ അതേ പോസ്റ്റർ തന്നെയാണ്. പിന്നെ അതിനുശേഷം വന്ന ഗ്ലിംസ്, ഏത് 12 മണിക്ക് വന്ന ഗ്ലിംസ്, അതിലുള്ള ആളുടെ ലുക്കും സംഭവങ്ങളും ഒക്കെ ഭഗവന്ത് കേസരിയുടെ അതേ സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സംശയിക്കണം എന്ത് ഭഗവന്ത് കേസരി തന്നെയാണോ എന്നുള്ളത്. എന്താണെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അത് മിക്കവാറും ഉണ്ടാവും. അതായത് ഇത് തന്നെ ആയിരിക്കണം ആ സീനുകൾ. പിന്നെ അത് മാത്രമല്ല, വേറെ കാര്യം ചോദിക്കട്ടെ, ഇവരിതിന് മുൻപ്, അതായത് സിനിമന്റെ ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഇവർ പറയും ഇതുമായിട്ടൊരു ബന്ധമല്ല. അത് പറയും, വിടാമീർച്ചക്ക് അങ്ങനെ പറഞ്ഞു. ബ്രേക്ക് ഡൗൺ തന്നെയാണ് അത്. സെയിം ലിയോ എന്താണ് കറക്റ്റ് ഹിസ്റ്ററി ഓഫ് വയലൻസ് തന്നെ, അത് അങ്ങനെ തന്നെ പറയുള്ളൂ. അതെ, ആദ്യം അവർ അങ്ങനെ പറയുള്ളൂ. പക്ഷെ വരുമ്പോ ഏതാണ്ട് ഒരു 90% അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ജനനായകന് മുന്നേ സ്ക്രിപ്റ്റ് 15 എണ്ണം കണ്ടാണ് റിജക്ട് ചെയ്തതെന്നാണ് പറഞ്ഞത് വിജയ്. എന്നിട്ടാണ് ഈ ഇതിന്റെ സ്ക്രിപ്റ്റ് ഉറപ്പിച്ചത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കാം, എന്താണാവോ അറിഞ്ഞൂടാ. അല്ല, ആൾക്ക് അങ്ങോട്ട് ഇഷ്ടം കൊണ്ട് ആവശ്യപ്പെട്ടു എന്നാ പറഞ്ഞത്. അതായത് ആ ക്യാരക്ടർ, അതിലെ ഇന്ന ചില സംഭവങ്ങളൊക്കെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഈ ഭഗവന്ത് കേസരിയിലെ ചില സംഭവങ്ങൾ. അപ്പൊ ആ രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു റൂമർ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും വരട്ടെ അല്ലേ. എന്താണെങ്കിലും നമുക്ക് കിട്ടിയ സാധനം നമുക്ക് ആഘോഷിക്കാനുള്ള ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇതിൽ താടി വെച്ച പോലീസോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അത് ആ ക്യാരക്ടർ അങ്ങനെയാണ്, അതായത് ആള് പ്രോപ്പറായിട്ട് ഡ്യൂട്ടി എടുക്കുന്ന രീതിയിലുള്ള ഒരു പോലീസ് ക്യാരക്ടർ അല്ല, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ലുക്ക്. എന്താണെങ്കിലും ട്രോളുകൾ ആഘോഷമാക്കിക്കൊണ്ട് തന്നെയാണ് ട്രോളുകൾ വന്നിട്ടുള്ളത് കേട്ടോ. അതെ, ഒരു ട്രോൾ വന്നിട്ടുണ്ട്, അത് തമിഴിന്റെ കേട്ടോ, നമുക്ക് മലയാളത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. തമിഴ് പിടിക്കാം. യെസ് அட்லீஸ்ட் வருஷத்துக்கு ஒரு தடவையாவது மீட் பண்ணோம்னு பேசிக்கிட்டோம். ஆனா அன்னைக்கு தான் பாரியா பாக்குறத கடைசின்னு நினைச்சு கூட பார்க்கல. ஓ, இமோஷனல் ஆயிட்டான்ல. ஓ ലൊല്ലു റിയാക്ടോ ഫാക്സ്. ஆரம்பிக்கலாங்களா? ആൾറെഡി വിശ്വാസമല്ലോ. சிறப்பான தரமான சம்பவம் நீ பாப்பீங்கடா. நான் தூங்கல தூங்காதடா செல்லம், தூங்காத நான் தூங்கல. பிரகலைகள் ஆரம்பம். நெஞ்செல்லாம் திக்கு திக்குல இருக்கும், உடம்பெல்லாம் ஒரு மாதிரியா இருக்கு. ஹார்ட் பீட் எனக்கே கேக்குது. வெயிட்டிங்லயே வெறியாவுது. நெஞ்சில் குடியிருக்கும் 12 ഞാൻ വേണ്ടിയിട്ടുള്ളൊരു പെടാപാട്. തുടങ്ങി അങ്ങനെ ആളെ ചെയ്താണ്.
ദളപതി എന്നുണ്ടല്ലേ കയ്യിലെ പിടിയിൽ ഒരു രക്ഷയില്ല. സ്വാഗതം. സൂപ്പർ സൂപ്പർ அடிச்சிருக்க அடி அந்த மாதிரி உம்ஜன அடி தூக்கி அச்சாம்பார் மேல கட்ட பறகுது தெரிக்குது. வேற லெவலுங்க நீங்க வேற தம்பி பரவாயில்ல பாஸ். தம்பி வாப்பா வா வா அடினே இருப்பேன் அடினே இருப்பேன். சொல்லி என்ன அள வைக்கலான்னு பாக்குற நடக்க மறக்காம சர்ப்ரைஸ் பண்ணுங்க. അപ്പോൾ സംഭവം എല്ലാവരും കണ്ടറിഞ്ഞ്, അതായത് തമിഴ് മക്കളോടാണ് കണ്ടറിഞ്ഞ് അങ്ങ് തോൽപ്പിക്കുക. അമിതാഭ് ബൈജി പറഞ്ഞിട്ടില്ലേ, അതായത് ഇത് ലാസ്റ്റ് സിനിമയാകുമോ എന്നുള്ളത് ദളപതി വിജയോട് തന്നെ ചോദിച്ചു. നോക്കാം ഇലക്ഷന്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു ലാസ്റ്റ് ഫോട്ടോസിനൊന്നും ആള് നിന്നിട്ടില്ല, ആള് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സ് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും മനസ്സറിഞ്ഞ് അങ്ങ് തോപ്പിച്ചേക്കുക. ഹിറ്റ്ലറിലെ ആ ഒരു ഡയലോഗാണ് പറയുന്നത്, അയാളുടെ ശീലങ്ങളും അയാളുടെ രീതികളൊന്നും അയാൾക്ക് വിട്ടിട്ട് പോകാൻ പറ്റും. അതാണ് സത്യമാണ്. എന്ത് തിരിച്ചു വരുന്നേ ഇപ്പൊ സത്യത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ വിജയിന്റെ ഇയാളുടെ ബർത്ത്ഡേക്ക് എജാതി ആഘോഷം. ആരുടെ ബർത്ത്ഡേക്ക് ഉണ്ട് ഇങ്ങനെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അതെ, നമുക്ക് തന്നെ നമുക്ക് ഒരു കമന്റ് വന്നായിരുന്നു, അത് ഞാൻ അപ്പൊ ശ്രദ്ധിച്ചു വെച്ചാട്ടോ. അതായത് മലയാളത്തിലെ ആരുടെയും ഇതിനൊന്നും ഇത്ര ഈ ഉറക്കം അടച്ചിട്ടൊന്നും ഇരുന്നിട്ട് റിയാക്ഷൻസ് ഒന്നും കാണുന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ രീതി അങ്ങനെയല്ല, നമ്മുടെ സിനിമയുടെ അതാണ് അപ്ഡേറ്റ്സുകളുടെ സ്വഭാവം അങ്ങനെയല്ല. പിന്നെ അത് വ്യത്യാസം. ഏത് മലയാള നടന്റെയാണ് രാത്രി 12 മണിക്ക് വന്നിട്ടുള്ളത്? അത് ഉണ്ടെങ്കിൽ തന്നെ ലാലേട്ടന്റെ എന്തെങ്കിലും സംഭവമായിരിക്കും. വന്നിട്ടുണ്ട്, പക്ഷെ അതിന് ഇതുപോലത്തെ ഒരു രീതിയല്ലല്ലോ നമ്മുടെ അപ്ഡേറ്റ്സിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിജയിൻ്റെ, അജിത്തിൻ്റെ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, രജനികാന്ത്, ഇനിയിപ്പോൾ സൂര്യ, അങ്ങനെ ആരുതായാലും ഇവരുടെ ഏത് സമയത്ത് ഇട്ടാലും അത് ജനങ്ങളിലേക്ക് എത്തും. അതാണ് നമ്മളത് കുറച്ചെങ്കിലും എത്തിക്കണം എന്നുള്ള കരുതിയിട്ട് നിൽക്കുമ്പോൾ എന്തായാലും 6 മണി ആ സമയങ്ങളിലേ ഇത് തിരഞ്ഞെടുക്കുള്ളൂ. അല്ലാതെ 12 മണിയൊന്നും രാത്രി 12 മണിയൊക്കെ വളരെ വിരളമായിട്ട് മാത്രമാണ് 1-2 ഒക്കെ വരുള്ളൂ. അത് എപ്പോഴെങ്കിലും, അത് സ്ഥിരം പരിപാടി അല്ല. അതെ, പക്ഷെ വിജയിന്റെ എന്നൊക്കെ പറഞ്ഞാൽ സ്ഥിരം ഇത് ഇങ്ങനെ തന്നെയാണ്. അതായത് ഒരു കൂട്ടം ആൾക്കാരെ ഉറക്കമുളച്ച് ഇങ്ങനെ കാത്തിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ചില്ലറ കാര്യമല്ലത്. അതിനൊരു പ്രത്യേക ഗത്ത്, പിന്നെ ആ ഒരു പ്രത്യേക ഗത്തൊക്കെ ഇനിയും മുന്നോട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട് കേട്ടോ. ഒരിക്കൽ കൂടി പറയാം, ആളുടെ ശീലങ്ങളും ആളുടെ രീതികളൊന്നും ആൾക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല, വിട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പം മനസ്സറിഞ്ഞങ്ങ് തോൽപ്പിക്കുക, എന്നിട്ട് ഇവിടെ നമുക്ക് ജയിക്കാം. അതാണ്. അപ്പൊ എന്തായാലും ജനനായകൻ അടിപൊളി ഒരു സിനിമയാവട്ടെ. എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. അല്ല, ഗ്ലിംസ് കൊണ്ട് സിനിമ എന്താന്നുള്ളതൊന്നും നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ലുക്ക്, പിന്നെ ആ വീഡിയോ, ആ വന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്. വന്നത് തീ തന്നെ, ഒരിക്കലും അല്ലെന്ന് പറയാൻ പറ്റില്ല. അതാണ്